കോഴിക്കാട് പള്ളിയിൽ നടന്ന ജെറിനച്ചന്റെ പുത്തൻ കുർബാനയിലെ ജോഷ്വ മാർ ഇഗ്നാത്യോസ് പിതാവിന്റെ പ്രസംഗത്തിൽ നിന്ന്. ഇന്ന് കൃതജ്ഞതയുടെ പ്രഥമ ദിവ്യ ബലി അർപ്പിക്കുന്ന പ്രിയപ്പെട്ട ജെറിൻ തുണ്ടിലച്ച, സന്നിധരായിരിക്കുന്ന മോൺസിഞ്ഞോർ ഡോക്ടർ സ്റ്റീഫൻ കുളത്തുങ്കരോട്ടച്ചൻ, വന്യ റമ്പാച്ചൻ, വൈദിക സഹോദരങ്ങളെ, കൊച്ചച്ഛൻ്റെ വാത്സല്യ പിതാവ് ജോസ് മിനി, സഹോദരങ്ങളായ ജസ്റ്റിൻ, ജിതിൻ, വന്യ വൈദിക സഹോദരങ്ങളെ, സമർപ്പിത സഹോദരിമാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവം തൻ്റെ വേലയ്ക്ക് ഇഷ്ടമുള്ളവരെ വിളിക്കുന്നു. മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വേർതിരിച്ചു, വിശുദ്ധീകരിച്ചു, മഹത്വപ്പെടുത്തി. ഈ ഒരു വലിയ പ്രക്രിയ പ്രിയപ്പെട്ട ജെറിൻ തുണ്ടിലച്ചൻ്റെ ജീവിതത്തിൽ നടന്നു. സഭയിൽ പുരോഹിതനാകുവാൻ പരിശുദ്ധാത്മാവ് നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്നലെ നമ്മുടെ കത്തീഡ്രൽ ദേവാലയത്തിൽ കൊച്ചച്ഛനെ മദ്ബഹായിലേക്ക് ആനയിച്ച് വിശുദ്ധ കുർബാനയുടെ ദിവ്യരഹസ്യങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മ നൽവരം അച്ഛൻ്റെ ശിരസ്സിന്മേൽ അഭിഷേകം ചെയ്തുകൊണ്ട് പുരോഹിതനായി നിയോഗിച്ചു. യേശു താൻ വളർത്തിയ സ്ഥലമായ നസറസിലേക്ക് കടന്നു വന്നു. വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം കൊടുക്കപ്പെട്ടു. പുസ്തകം തുറന്ന് 61-ാം അധ്യായം ഉദ്ധരിച്ചുകൊണ്ട് യേശു തമ്പുരാൻ എന്തിനു വേണ്ടിയാണ് തന്നെ അയച്ചിരിക്കുന്നത് എന്ന ബോധ്യത്തോടുകൂടി പറഞ്ഞ കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ കൊച്ചച്ഛൻ ഈ ദേവാലയത്തിൽ തന്നെ വളർത്തിയ ഈ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയുടെ മധ്യേ വായിച്ചു കേൾപ്പിച്ച സുവിശേഷ ഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളാണ്. യേശു തമ്പുരാൻ പറഞ്ഞു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്, അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുകയാണ്. ദരിദ്രരോട് സുവിശേഷമറിയിക്കുവാൻ, ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാൻ, രോഗികൾക്ക് സൗഖ്യം നൽകുവാൻ, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ, കർത്താവിൻ്റെ സ്വീകാര്യമായ വത്സരം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഒരു പുരോഹിതന് 3 ധർമ്മങ്ങളാണ് നിറവേറ്റുവാൻ ഉള്ളത്. Priest is the preacher of the word of God. വചനം പ്രഘോഷിക്കുക. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. ആദിയിൽ ഉണ്ടായിരുന്ന വചനം, ദൈവത്തോടുകൂടിയായിരുന്ന വചനം, ദൈവമായ വചനം മാംസമെടുത്ത് മനുഷ്യനായി നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നു. ആ മഹാപെരുന്നാൾ ക്രിസ്മസായി നാം ആഘോഷിച്ചു. പണ്ട് പല പ്രകാരത്തിൽ ദൈവം നമ്മോട് സംസാരിച്ചു. പ്രവാചകന്മാരിലൂടെ നമ്മോട് സംസാരിച്ചു. വരുവാനിരിക്കുന്ന ദൈവകോപത്തിൽ നിന്ന് ഓടി അകലുവീൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, പശ്ചാത്തപിക്കുവീൻ എന്നുള്ള സന്ദേശവുമായി പ്രവാചകന്മാർ ജനമധ്യത്തിലേക്ക് കടന്നു വന്നു. പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ ചെവിക്കൊള്ളാതെ മനുഷ്യൻ അകന്നു പോയപ്പോൾ ഒരു മനുഷ്യനും നശിക്കുവാൻ പാടില്ല, എല്ലാവരും രക്ഷപ്പെടുന്നതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം
പിതാവായ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ ദൈവസ്നേഹത്തിൻ്റെ മനുഷ്യാവതാര പെരുന്നാൾ ക്രിസ്മസായി നാം ആഘോഷിച്ചു. ക്രൈസ്റ്റ് ടേക്കിംഗ് മാസ് ഈസ് ക്രിസ്മസ്. ദൈവം ശരീരമെടുത്ത് നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നത് നമ്മളൊക്കെ കൂടുതൽ മനുഷ്യത്വമുള്ളവരാകുവാനും, എത്രത്തോളം മനുഷ്യത്വം നമുക്കുണ്ടോ അത്രത്തോളമേ ദൈവികത ഉണ്ടാവുകയുള്ളൂ എന്ന ബോധ്യം നൽകുവാനുമാണ്. അവിടുന്ന് തൻ്റെ തത്വസംഹിത മാനിഫെസ്റ്റോ അറിയിച്ചതിൽ ദരിദ്രരോട് സുവിശേഷം അറിയിക്കുക, ഒരു വചനപ്രഘോഷകൻ എന്നുള്ള നിലയിൽ സാമ്പത്തിക ദാരിദ്ര്യമുള്ള 40% വരുന്ന ഇന്ത്യ മഹാരാജ്യത്തിൽ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം 77 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇനിയും ദാരിദ്ര്യത്തിൽ കഴിയുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് ഡൽഹിയിൽ ശവസംസ്കാരം നടത്തപ്പെടുന്ന നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന മിസ്റ്റർ മൻമോഹൻ സിംഗ് സാമ്പത്തിക വിദഗ്ധനായിരുന്നു. അദ്ദേഹം സമൂഹത്തിൻ്റെ ദാരിദ്ര്യം അകറ്റുവാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്, ഒരു രാജ്യത്തെ സാമ്പത്തികമായി ഭദ്രതയിലേക്ക് എങ്ങനെ കൊണ്ടുവരാമെന്ന് ചിന്തിച്ച് പ്രവർത്തിച്ച വ്യക്തിയാണ്. ഗാന്ധിജി സൂചിപ്പിച്ചു, God has provided everything for the need of the people, but not for the greed. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുവാനുള്ള സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് മനുഷ്യനെ ദൈവം ലോകത്തിലേക്ക് അയക്കുന്നു. എന്നാൽ പങ്കുവയ്ക്കലിൻ്റെ പ്രത്യയശാസ്ത്രം വിസ്മരിച്ചുകൊണ്ട് മനുഷ്യൻ സ്വാർത്ഥതയോടെ ജീവിക്കുമ്പോൾ എന്നെപ്പോലെ ജീവിക്കുവാൻ അവകാശമുള്ള സമൂഹത്തിൽ മറ്റുള്ളവരും ജീവിക്കണം, മനുഷ്യരായി ജീവിക്കണം, മനുഷ്യത്വത്തോടെ ജീവിക്കണം. അതിന് ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ പങ്കുവയ്ക്കലിൻ്റെ പ്രത്യയശാസ്ത്രം തൻ്റെ ഏകജാതനെ പങ്കുവച്ച തമ്പുരാൻ, ആ ഏകജാതൻ സ്വന്തം ജീവൻ ബലിയായി അർപ്പിച്ചുകൊണ്ട് നമ്മെ വീണ്ടെടുത്ത ആ പങ്കുവയ്ക്കൽ മനസ്സിലാക്കിക്കൊണ്ട് ദരിദ്രരോട് സുവിശേഷമറിയിക്കുവാൻ ഒരു പുരോഹിതൻ അഭിഷിക്തനായിരിക്കുകയാണ്. മധ്യ തിരുവിതാംകൂറിനെ സംബന്ധിച്ചിടത്തോളം, പൂഴിക്കാട് പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായ ദാരിദ്ര്യം വളരെയേറെ ഉള്ള ഒരു സ്ഥലമാണെന്ന് നാം മറക്കരുത്. പണവും പ്രതാപവും സുഖവും സൗകര്യവുമൊക്കെ വർദ്ധിക്കുമ്പോൾ സർവശക്തനെ മറക്കുവാൻ പാടില്ല. ഉള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്നും ദാനമേകുവാൻ ദൈവം നൽകുന്ന അവസരങ്ങളെയൊക്കെ എങ്ങനെ വിനിയോഗിക്കണമെന്നും തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ ഓരോ വ്യക്തിയുടെയും ദൈവത്തോടുള്ള ബന്ധം, കാണപ്പെടുന്ന ദൈവങ്ങളായ മാതാപിതാക്കളോടുള്ള ബന്ധം, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പിറന്ന സഹോദരന്മാരോടുള്ള ബന്ധം, ഇണയായി തുണയായി ദൈവം നൽകിയ ഭാര്യയോടുള്ള ഭർത്താവിനോടുള്ള ബന്ധം, എൻ്റെ മനസ്സാക്ഷിയോടുള്ള ബന്ധം, ഈ പ്രപഞ്ചത്തോടുള്ള ബന്ധം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം മറ്റുള്ളവരിൽ കണ്ടെത്തുവാനും ആ സാന്നിധ്യത്തെ പരിപോഷിപ്പിക്കുവാനും ഒരു പുരോഹിതനെ ദൈവം അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുന്നത്. കാലഘട്ടത്തിൻ്റെ സൂചനകളിലൂടെ എന്താണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നതെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ ജനത്തെ ഒരുക്കേണ്ടത് ഒരു പുരോഹിതൻ്റെ വചനപ്രഘോഷണത്തിലൂടെയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഓക്കിയും സുനാമിയും ഉരുൾപൊട്ടലുമൊന്നും കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളായിരുന്നു ഈ അടുത്ത വർഷങ്ങളായിട്ട്. ഈ പ്രപഞ്ചത്തോട് മനുഷ്യൻ കാണിക്കുന്നതിൻ്റെ ക്രൂരതയുടെ പരിണിതഫലമായി
മണ്ണിനോടും മരങ്ങളോടും പറവകളോടും മൃഗങ്ങളോടും കാണിക്കുന്ന ക്രൂരതയുടെ ഫലമായി, മനുഷ്യനോട് കാണിക്കുന്ന ക്രൂരതയുടെ ഫലമായി ന്യൂട്ടൻ്റെ തത്വത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഓരോ പ്രവൃത്തികൾക്കും തത്തുല്യമായ പ്രതിഫലനം ഉണ്ടാകും എന്ന്. അങ്ങനെ കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനങ്ങളും ഉരുൾപൊട്ടലും ഓക്കിയും സുനാമിയുമൊക്കെയായി എത്രയെത്ര ആളുകളാണ് ഈ ലോകത്തെ വിട്ട് കടന്നുപോയത്. അത് ദാരിദ്ര്യത്തിൻ്റെ മറ്റൊരു വശം കൂടിയാണ്. അതിന് പരിഹാരം കണ്ടെത്തുവാൻ ഒരു പുരോഹിതനെ ദൈവം അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുകയാണ്. രണ്ടാമതായിട്ട്, ഒരു പുരോഹിതൻ കൂദാശകളുടെ പരികർമ്മിയാണ്. അദൃശ്യമായ ദൈവത്തിൻ്റെ കൃപ ദൃശ്യമായ കർമ്മങ്ങളിലൂടെ തൻ്റെ മക്കൾക്ക് സംലഭ്യമാക്കി കൊടുക്കുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് ഒരു പുരോഹിതൻ. ജ്ഞാനസ്നാനത്തിലൂടെ ദൈവമക്കളാക്കി തീർക്കുവാൻ, മോറോനഭിഷേകത്തിലൂടെ സത്യവിശ്വാസത്തിൻ്റെ മുദ്രയും അടയാളവും പരിശുദ്ധാത്മ നൽവരങ്ങളുടെ പൂർണ്ണതയുമായ മൂറൻ കൊണ്ട് അവരെ അഭിഷേകം ചെയ്യുവാൻ, ശക്തീകരിക്കുവാൻ ഒരു പുരോഹിതനെ ദൈവം അയച്ചിരിക്കുകയാണ്. മനുഷ്യൻ പാപിയാണ്, ബലഹീനനാണ്. നീതിമാനില്ല, ഒരുത്തൻ പോലുമില്ല. നീതിമാനെന്ന് വിളിക്കുന്നവൻ ദിവസത്തിൽ 7 പ്രാവശ്യം തെറ്റ് ചെയ്യുന്നു എങ്കിൽ ബലഹീനരും പാപികളുമായ നാം വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ചെയ്തു പോയിട്ടുള്ള കുറവുകൾക്ക് അനുതാപത്തിലൂടെ അനുരഞ്ജനം പ്രാപിക്കുവാൻ ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കുവാനല്ല, പാപികളെ അനുതാപത്തിലൂടെ അനുരഞ്ജനപ്പെടുത്തുവാനാണെന്ന് പറഞ്ഞുകൊണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കാണാതെ പോയ ആടിൻ്റെയും നഷ്ടപ്പെട്ട നാണയത്തിൻ്റെയും ധൂർത്തനായ പുത്രൻ്റെയും ഉപമ നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്ന കുറവുകൾക്ക് അനുതാപത്തോടെ അനുരഞ്ജനം പ്രാപിക്കുവാൻ, അനേകർക്ക് പാപമോചനം നൽകുവാൻ ഒരു പുരോഹിതനെ ദൈവം അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുകയാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ കുമ്പസാരത്തെക്കുറിച്ച് പറയുന്നത്, കുമ്പസാരക്കൂട് കോടതിയല്ല, അവിടെ വിലയിരുത്തുവാനല്ല, കാരുണ്യം പകർന്നു കൊടുക്കുവാനാണ് ഒരു പുരോഹിതനെ അവിടുന്ന് കുമ്പസാരക്കൂട്ടിലേക്ക് അയക്കിയിരിക്കുന്നത്. മറ്റുള്ളവരോട് കരുണയോടെ പെരുമാറുവാൻ ഒരു പുരോഹിതന് കഴിയണം. തമ്പുരാൻ്റെ കാരുണ്യമല്ലാതെ മറ്റൊന്നും നമുക്കാർക്കുമില്ല. കാരുണ്യമേകുവാൻ ദൈവം നൽകുന്ന അവസരങ്ങളെ നന്നായി വിനിയോഗിച്ചുകൊണ്ട് ജീവിക്കുക. പെസഹാത്താഴത്തിൽ ഈ ലോകത്തെ വിട്ട് കടന്നു പോകുന്നതിന് മുമ്പായി സ്നേഹത്തിൻ്റെ കൂദാശ വിശുദ്ധ കുർബാന അവിടുന്ന് സ്ഥാപിച്ചു. കൂദാശകളുടെ കൂദാശയായ വിശുദ്ധ കുർബാന അവിടുന്ന് സ്ഥാപിച്ചുകൊണ്ട്, ഇത് എൻ്റെ ശരീരമാണ്, ഇത് എൻ്റെ രക്തമാണ് എന്ന് അവിടുന്ന് അരുളി ചെയ്തുവെങ്കിൽ, ഒരു പുരോഹിതൻ കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ ജനങ്ങൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട്, അവരുടെ ജീവിതത്തെ പരിപോഷിപ്പിച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ അവർക്ക് കൃപ പകർന്നു കൊടുക്കുന്ന ഒരു വ്യക്തിയായി മാറണം. മാലാഖമാർ പോലും ഉറ്റുനോക്കുവാൻ അഭിവാഞ്ചിക്കുന്ന അവർണ്യങ്ങളായ ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാനും അനുഷ്ഠിക്കുവാനും നീ എന്നെ അർഹനാക്കിയല്ലോ എന്ന് പ്രിയപ്പെട്ട അച്ഛൻ കുർബാന മധ്യേ ദൈവത്തോട് പറയുമ്പോൾ, മാലാഖമാർക്ക് പോലും കൊടുക്കാത്ത അനുഗ്രഹമാണ് ഒരു പുരോഹിതന് ദൈവം നൽകിയിരിക്കുന്നത്. ഇത് എൻ്റെ ശരീരമാണ് എന്നാണ് അച്ഛൻ പറയുന്നത്. ഇത് എൻ്റെ രക്തമാണ്. മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെട്ടുകൊണ്ട് അവിടുത്തെ ശരീരരക്തങ്ങളായി മാറുവാൻ, മുറിക്കപ്പെടുവാൻ, അനേകർക്ക് വേണ്ടി പകർന്നു കൊടുക്കുവാൻ
ആ ദൈവിക ജീവൻ കൊടുക്കുവാൻ ഒരു പുരോഹിതനെ ദൈവം അഭിഷേകം ചെയ്തുകൊണ്ട് നിത്യജീവൻ്റെ ഉടമകളാക്കി മക്കളെ മാറ്റുക അച്ഛൻ്റെ പൗരോഹിത്യ കടമയാണ്. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ സഭയിലെ പുരോഹിതരെ വിളിക്കട്ടെ, രോഗിക്ക് വേണ്ടി തൈലം പൂശി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന രോഗിക്ക് സൗഖ്യം നൽകുന്നു എന്ന് യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. ആര് സഹായിക്കും എന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ നാമത്തിലാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനേകർക്ക് പ്രത്യാശ നൽകുവാൻ, സൗഖ്യദായകമായ അനുഭവം പ്രദാനം ചെയ്യുവാൻ, അവരെ പ്രത്യാശയിലേക്ക് നയിക്കുവാൻ ഒരു പുരോഹിതൻ അഭിഷിക്തനാവുകയാണ്. വ്യത്യസ്തമായ കുടുംബങ്ങളിൽ ജീവിത സാഹചര്യങ്ങളിൽ ജനിച്ചു വളർന്ന മകനെയും മകളെയും ഇണയായി തുണയായി സ്നേഹത്തിൻ്റെ ത്യാഗത്തിൻ്റെ ബലിവേദിയിൽ അർപ്പിച്ചുകൊണ്ട് പുരോഹിതരായി അഭിഷിക്തരാക്കുവാൻ ആ അഭിഷേകം മാതാപിതാക്കളുടെ ദാമ്പത്യ സ്നേഹത്തിലൂടെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ആദ്യത്തെ സ്ഥാപനമായ കുടുംബം കെട്ടിപ്പടുക്കുവാൻ എങ്ങനെ ജോസും മിനിയും പരിശ്രമിച്ചുവോ അതിൻ്റെ അടയാളമാണ് പ്രിയപ്പെട്ട ജെറിനച്ചൻ. മനുഷ്യവംശം നിലനിർത്തുവാൻ ദൈവം സ്ഥാപിച്ച് അനുഗ്രഹിച്ച വിവാഹമെന്ന കൂദാശയിലൂടെ അവരുടെ കുടുംബജീവിതത്തെ ഭദ്രമാക്കിക്കൊണ്ട് അവർക്ക് കരുതലും സ്നേഹവും കൊടുത്തുകൊണ്ട് അവരെ വീണ്ടെടുക്കുവാൻ, അവർക്ക് കുറ്റമോ കുറവോ അവയ്ക്ക് തത്തുല്യമായ മറ്റെന്തെങ്കിലുമോ ഉണ്ടാകാതിരിക്കുവാൻ മിശിഹ തന്നെ പരിപൂർണമായി സഭയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് സഭയെ വീണ്ടെടുത്തതുപോലെ കുടുംബാംഗങ്ങളെ വീണ്ടെടുക്കുവാൻ ഒരു പ്രദേശത്തെ നിയോഗിക്കപ്പെട്ട സ്ഥലത്തെ ഇടവക കൂട്ടായ്മയിലെ ജനങ്ങളെ മാത്രമല്ല, ആ പ്രദേശത്തുള്ള നാനാജാതി മതസ്ഥർക്ക് ഈ കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്ത് അവരെ നയിക്കുവാൻ ഒരു പുരോഹിതനെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുകയാണ്. വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട്, പൗരോഹിത്യം സ്ഥാപിച്ചുകൊണ്ട്, ഞാൻ ഈ ചെയ്തതെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറഞ്ഞ് യേശു തമ്പുരാൻ സ്ഥാപിച്ച ആ പൗരോഹിത്യ ശുശ്രൂഷ തുടർന്നുകൊണ്ട് പോകുവാൻ ഒരു പുരോഹിതനെ ദൈവം അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട ജോൺ കമ്പാറയച്ചൻ ഇവിടെയുണ്ട്. അച്ഛനാണ് നമ്മുടെ ജെറിനച്ചന് മാമോദീസ നൽകിയത്. തോമസ് മുകളമ്പുറത്തച്ഛൻ ഇവിടെ വികാരിയായിരിക്കുമ്പോൾ ജെറിനച്ചന് ആദ്യ കുർബാന നൽകി. ഇടവകയിൽ നിന്നുള്ള പ്രിയപ്പെട്ട ഗീവർഗീസ് കൈതവനെ അച്ഛനും ഇപ്പോൾ കാനഡയിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ട് ഈ കർമ്മങ്ങളെല്ലാം കണ്ടുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട വർഗീസ് മുകളമ്പുറത്തച്ഛനും സ്വർഗീയ ഭവനത്തിൽ ആയിരുന്നു കൊണ്ട് അനുഗ്രഹിക്കുന്ന സിസ്റ്റർ മാർഗരറ്റും ഇവിടെ സന്നിധിരായിരിക്കുന്ന സിസ്റ്റർ പാസ്കലും റോജയും എൽസയും ജോസ്നയും എല്ലാവരും ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ചുകൊണ്ട് ദൈവികമായ ശുശ്രൂഷ തുടർന്നുകൊണ്ട് പോകുവാൻ ഈ ഇടവകയ്ക്ക് ദൈവം നൽകിയ സമ്മാനങ്ങളാണ്. അവരുടെയൊക്കെ ജീവിത മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് അനേകർക്ക് ദൈവവിളി നൽകി പ്രോത്സാഹിപ്പിക്കുവാൻ അച്ഛൻ്റെ മാതൃകാപരമായ ജീവിതം ഇടയാക്കണം. ഇവരെ വീണ്ടെടുക്കുവാൻ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു തമ്പുരാൻ പറയുമ്പോൾ മറ്റുള്ളവരെ വിശുദ്ധീകരിക്കുവാൻ ഒരു പുരോഹിതൻ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ നിർവഹിക്കണം എന്നുള്ളതാണ് തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മൂന്നാമതായിട്ട് ഒരു പുരോഹിതനെ ദൈവം അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുന്നത് നല്ല ഒരു നേതൃത്വം കൊടുക്കുവാനാണ്.
വഴിയും സത്യവും ജീവനുമായ യേശുക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ അനുസരിച്ച് അവിടുത്തെ ജീവിത മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് കാലിത്തൊഴുത്തിലെ ജനനവും ജെറുസലേമിലും സമറിയായാലും യൂദയായാലും ചുറ്റി നടന്ന് മനുഷ്യർക്ക് നന്മ ചെയ്തുകൊണ്ട് ജീവിച്ച നന്മയുടെ അനുഭവവും സ്വന്തം ജീവൻ ബലിയായി അർപ്പിച്ചുകൊണ്ട് വീണ്ടെടുത്തതുമൊക്കെ യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ഞാൻ നല്ല ഇടയനാണ്. ഇടയൻ ആടുകളെ അറിയുന്നു, അവയെ പേര് ചൊല്ലി വിളിക്കുന്നു, അവയെ മേച്ചിൽപ്പുറങ്ങളിലേക്ക് നയിക്കുന്നു. കൂലിക്കാരനല്ല ആടുകളുടെ ഇടയൻ, ആടുകളെ സംരക്ഷിക്കുവാനുള്ളവനാണ്. ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവൻ അർപ്പിക്കുവാനുള്ളവനാണ്. അങ്ങനെയുള്ള ആ ധർമ്മത്തിലൂടെ മറ്റുള്ളവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനുമാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിലൂടെ തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ അതിനനുയോജ്യമായ രീതിയിൽ ജീവിച്ചുകൊണ്ട് നല്ല ഒരു നേതൃത്വം കൊടുക്കുവാൻ ഒരു പുരോഹിതനെ ദൈവം അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട കൊച്ചച്ചൻ പൗരോഹിത്യം സ്വീകരിച്ച ഈ കാലഘട്ടം യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ 2025-ാം വർഷം ആഘോഷിക്കുവാൻ ആഗോള സഭ ഒരുങ്ങുന്ന ഒരു കാലഘട്ടമാണ്. കഴിഞ്ഞ ഡിസംബർ മാസം 24-ാം തീയതി വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിൻ്റെ വാതിൽ തുറന്നുകൊണ്ട് ജനങ്ങൾക്ക് പ്രത്യാശയും അവർക്ക് നല്ല ദിശാബോധവും കൊടുക്കുവാൻ വേണ്ടി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിൻ്റെ വാതിൽ തുറന്നുകൊണ്ട് പ്രത്യാശയുടേതായ ഒരു ജീവിതം നയിക്കുവാൻ 24-ാം തീയതി മുതൽ 2025 24-ാം തീയതി വരെയുള്ള ഒരു വർഷക്കാലം അതിനുവേണ്ടി നമ്മെ ഒരുക്കുന്ന ജൂബിലിയുടേതായ ഈ അവസരത്തിൽ 2000-ാം ആണ്ടിൽ എത്ര സന്തോഷത്തോടുകൂടിയാണ് ക്രിസ്തു ജയന്തിയുടെ 2000-ാം ആണ്ട് നാമൊക്കെ ആഘോഷിച്ചത് എന്നുള്ളത് നമുക്കറിയാം. തമ്പുരാൻ്റെ കരുണയും സ്നേഹവും ഔദാര്യവുമൊക്കെ ജനങ്ങൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ദൈവിക സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ ഉള്ള ഈ ജൂബിലിയുടെ അവസരത്തിലാണ് പ്രിയപ്പെട്ട കൊച്ചച്ചൻ പുരോഹിതനായി അഭിഷിക്തനായി അയക്കപ്പെട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട അച്ഛന് ജന്മം നൽകിയ പ്രിയപ്പെട്ട തുണ്ടിൽ കുടുംബാംഗങ്ങളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, അതേപോലെ അച്ഛൻ പഠിച്ചതായ ഈ പ്രദേശത്തെ പന്തളത്തെയും കുടശനാട്ടെയും ചെന്നീക്കരയും ഉള്ള എല്ലാ സ്ഥാപനങ്ങളെയും പഠിപ്പിച്ച ഗുരുഭൂതന്മാരെയും, അതുപോലെ അച്ഛൻ കേറ്ററിംഗ് ടെക്നോളജിയിൽ സ്നേഹാചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഡിഗ്രി എടുത്ത് അതിനുശേഷമാണ് സെമിനറിയിലേക്ക് കടന്നു വന്നതും സെമിനറിയിൽ ഇവിടെയും അതേപോലെ തലശ്ശേരിയിലെ കുന്നോത്തും തിരുവനന്തപുരം മേജർ സെമിനറിയിലുമൊക്കെയുള്ള പഠനം പൂർത്തിയാക്കി ഇന്നലെ പൗരോഹിത്യപട്ടം സ്വീകരിച്ച് അങ്ങയുടെ കടമകൾ നിറവേറ്റുവാൻ കടന്നു വന്നിരിക്കുന്ന ഈ അവസരത്തിൽ പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിക്കുന്നത് പോലെ when you think about the past, be grateful to God. കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്നും ദൈവത്തോട് നന്ദിയുള്ളവനായിരിക്കുവാൻ ബാധ്യസ്ഥരാണ്. When you live today, live with passion. ഇന്ന് ജീവിക്കുമ്പോൾ ഏറെ തീഷ്ണതയോടെ ജീവിക്കുന്നുവെന്നാൽ ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ മറ്റൊരു ക്രിസ്തുവായി തീഷ്ണതയോടെ ദൈവം വസിക്കുന്ന ദേവാലയമായി ജീവിക്കുവാൻ പ്രിയപ്പെട്ട അച്ഛന് കഴിയട്ടെ. When you think about the future, live with the hope. ഭാവിയെക്കുറിച്ച് ഒരാകുലതയും വേണ്ട. ഇന്നലെ നടത്തിയ ദൈവം, ഇന്ന് നടത്തുന്ന ദൈവം നാളെ നടത്തും. അതിനുവേണ്ടി അച്ഛനെ പരിപൂർണമായി ദൈവത്തിന് വിട്ടുകൊടുക്കുക. ആ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകൻ എന്നുള്ള നിലയിൽ, അഭിഷിക്തൻ എന്നുള്ള നിലയിൽ ഈ ലോകത്തിലെ ജീവിതം
ധന്യതയോടെ നിറവേറ്റിക്കൊണ്ട് വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യ, നിന്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അരുളി ചെയ്യുന്ന മോഹനമായ ശബ്ദം കേട്ടുകൊണ്ട് ദൈവത്തോടുകൂടി നിരന്തരമായിരിക്കുവാൻ അവിടുത്തേക്ക് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നൽകിയിട്ടുള്ളതും നൽകിക്കൊണ്ടിരിക്കുന്നതും നൽകുവാൻ പോകുന്നതുമായ അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞതയുടെ ഈ ബലി അർപ്പിച്ച് ദൈവത്തെ സ്തുതിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.